താഴ്ചയുള്ള ശരീരത്തിലാണ് അവൻ ജീവിച്ചത്. അവനും രോഗം ശീലിച്ചവനായിരുന്നാ പറയുന്നത്. അവന് വിശന്നു, അവന് കരഞ്ഞു, അവൻ സന്തോഷിച്ചു. താഴ്ചയുള്ള ഒരു ശരീരത്തിൽ, പക്ഷെ വീഴ്ചയുള്ള ഒരു ശരീരത്തിലല്ല അവൻ ജീവിച്ചത്. അതാണ് അതിനകത്തെ വ്യത്യാസം. യേശു ഭൂമിയിലേക്ക് വന്നത് എന്നെ പോലെ തന്നെ താഴ്ചയുള്ള ഒരു ശരീരത്തിലാണ്, പക്ഷേ എന്നെ പോലെ വീഴ്ചയുള്ള ഒരു ശരീരത്തിലല്ല. ഓക്കെ, ആദാമിന്റെ കാര്യം നമ്മൾ എടുത്തു നോക്കിയേ. ആദാമിന് ഒരു ശരീരമുണ്ടായിരുന്നു. പ്രീ ഫോളൻ സ്റ്റേജിലെ ആദാമിനെ നമ്മൾ എടുത്തു നോക്കുക. അതായത് വീഴ്ച പറ്റുന്നതിന് മുമ്പുള്ള ആദാമിനെ എടുത്തു കഴിഞ്ഞാൽ ആദാം ജഡമയനായിരുന്നോ? അല്ല. അതായത് നമ്മൾ വീഴ്ച പറ്റിയ ആദാമിന്റെ മക്കളായതുകൊണ്ടാണ് നമ്മളിലേക്ക് ഈ ഫോളൻ നേച്ചർ കടന്നുകൂടിയത്. എന്നാൽ ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദാം സൃഷ്ടിയിൽ ജഡമയനായിരുന്നില്ല. ആദാമിന് ശരീരമുണ്ടായിരുന്നെങ്കിൽ അവൻ ജഡമയനായിരുന്നില്ല. അവന് പരീക്ഷ ഉണ്ടായോ? ഉണ്ടായി. പക്ഷെ എവിടുന്നാ ഉണ്ടായത്? ഫ്രം ഔട്ട്സൈഡ്. അവന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്നതായ പരീക്ഷയല്ല ആദാമിനുണ്ടായത്. എവിടുന്നാ പരീക്ഷ ഉണ്ടായത്? പുറത്തുനിന്ന്. അവന്റെ മോഹത്തിന്റെ പരിണിതഫലമായി, അല്ലെങ്കിൽ അവന്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് ദൈവത്തിനെതിരെയുള്ള വിരോധം കൊണ്ടു നടന്ന് ഒന്നും ചെയ്തൊന്നുമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അവന് ബുദ്ധി ഉണ്ടായിരുന്ന, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ അവൻ ദൈവ സംസർഗത്തിൽ ജീവിച്ച വ്യക്തിയാണ്. പ്രീ ഫോളൻ സ്റ്റേജിൽ ആദം ദൈവ സംസർഗത്തിൽ ജീവിച്ചതാണ്. ദൈവ സംസർഗത്തെ മാറ്റി അവൻ ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങിയപ്പോഴാണ്, അല്ലെങ്കിൽ ദൈവ സംസർഗത്തിൽ നിന്ന് മാറിയപ്പോഴാണ് അവനിലേക്ക് പരീക്ഷയ്ക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. അപ്പോൾ പരീക്ഷ അവനുണ്ടായത് എവിടെ നിന്നാണ്? പുറത്തു നിന്നാണ്. ദൈവ സംസർഗത്തിൽ തന്നെ ആയിരുന്നെങ്കിൽ ഈ പരീക്ഷയ്ക്ക് ഒരിക്കലും എങ്ങോട്ട് കിടക്കാൻ കഴിയത്തില്ലായിരുന്നു, അകത്ത് കിടക്കാൻ കഴിയത്തില്ലായിരുന്നു. യേശുവിന് പരീക്ഷ ഉണ്ടായോ? ഉണ്ടായി. ആദാമിന് പരീക്ഷ ഉണ്ടായി, യേശുവിന് പരീക്ഷ ഉണ്ടായി. പക്ഷേ യേശുവിന്റെ പരീക്ഷയും എവിടെ നിന്നല്ല? ഹൃദയത്തിന്റെ ഉള്ളിൽ തിളച്ചു മറിഞ്ഞ മോഹങ്ങളൊന്നുമല്ല. യേശുവിന്റെ പരീക്ഷ എവിടെയാണ്? പുറത്തു നിന്നാണ്. പക്ഷേ ആദാം ദൈവ സംസർഗത്തിൽ നിന്ന് മാറി ഇൻഡിപെൻഡന്റ് ആയിട്ട്. ഇൻഡിപെൻഡന്റ് എന്ന് ഞാൻ പറയാൻ കാര്യം, ദൈവ സംസർഗത്തിൽ നിന്ന് മാറുന്നതിനെയാണ് ഞാൻ എന്ത് പറഞ്ഞത്? ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞത്. അവൻ ദൈവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിച്ച് ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനായി പാപത്തെ അവന്റെ ഉള്ളിലേക്ക് കടത്തി. അപ്പൊ പരീക്ഷകൻ വന്നപ്പോൾ, ടെംപ്റ്റർ വന്നപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ പാളിച്ച ഒന്നാണ് പാപം കയറി എന്ന് പറയുന്നതല്ല. അതിനു മുമ്പ് സംഭവിച്ച കാര്യം എന്താണ്? ദൈവത്തിൽ നിന്ന് അവനുണ്ടായ ഇൻഡിപെൻഡൻസ് ആണ് ആദാമിന്. എന്നാൽ യേശുവിന്റെ അടുത്ത് പിശാചി വന്ന് പരീക്ഷിച്ചപ്പോൾ അവൻ ദൈവ സംസർഗം വിട്ടുകളഞ്ഞിട്ട് പോയില്ല. അതുകൊണ്ട് അവന്റെ ഉള്ളിലേക്ക് പാപം കടന്നു കയറിയില്ല. ഏകദേശം മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതാണ് യേശു ക്രിസ്തുവും ഞാനും തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് പാപം ചെയ്യാൻ പ്രത്യേകിച്ച് പുറത്തു നിന്നുള്ള ഒരു കാര്യം വേണോ നിർബന്ധമൊന്നുമില്ല. കാര്യം ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങളാൽ വശീകരിക്കപ്പെടുകയാണ്. എൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? ആദാമിൽ നിന്ന് ജനിച്ച എൻ്റെ ഉള്ളിൽ തന്നെ പാപത്തിന്റെ വിത്ത് കിടപ്പുണ്ട്. ജീനുകളിലൂടെ എന്നിലേക്ക് പകർന്നു കിട്ടിയ സാധനം അവിടെ കിടപ്പുണ്ട്. അത് തന്നെ കളിച്ചോളും. എന്നാൽ യേശുവിൽ അങ്ങനെ ഒരു ഫോളൻ നേച്ചറിന്റെ വിത്ത് ഉള്ളിൽ കിടന്നിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾക്കുള്ളതുപോലെ താഴ്ചയുള്ള ഒരു ശരീരം യേശുവിനുണ്ടായിരുന്നു, പക്ഷെ വീഴ്ചയുള്ള ശരീരം അല്ലായിരുന്നു. അവന്റെ ഉള്ളിൽ പാപത്തിന്റെ വിത്ത് കിടന്ന് മുളച്ചൊന്നുമില്ല. പക്ഷെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ എന്നിൽ പാപത്തിന്റെ വിത്തുകൾ കിടക്കുകയാണ്. വളരുന്നതനുസരിച്ച് ഇത് മുളച്ച് ഫലം കായ്ച്ചുകൊണ്ടിരുന്നു. ഓക്കെ, കാരണം ഞാൻ ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ജീവിച്ചത് തന്നെ. ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ ദൈവവും ഞാനുമായിട്ടുള്ള സംസർഗത്തിലല്ല കഴിഞ്ഞത്, ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ജീവിച്ചത്. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ സംസർഗമില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ സംസർഗം വേറെ. യൂണിയൻ, ആദാമിന് ആ യൂണിയൻ ഉണ്ടായിരുന്നു. ആദാം പാപം ചെയ്തപ്പോൾ ആ യൂണിയൻ നഷ്ടപ്പെട്ടു.
ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ യൂണിയനിലേക്ക് നമ്മൾ മടങ്ങി വരുന്നതിനെ കുറിച്ചാണ്. ദൈവവുമായിട്ടുള്ള ആ സംസർഗത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. അത് മടങ്ങി വരവിന്റെ അതിനെക്കുറിച്ചുള്ള പാഠങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. യേശു ശരീരം, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, യേശുവിന് പരീക്ഷ ഉണ്ടായി, പക്ഷേ അവന്റെ ഉള്ളിൽ നിന്നുള്ള പരീക്ഷ ആയിരുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളിപ്പം എം ഇ കാർമൈക്കലിന്റെ ഉദാഹരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഗ്ലാസിനകത്ത് തെളിഞ്ഞ വെള്ളം കൊണ്ടൊക്കെ ആയിരിക്കും നടക്കുന്നത്. പക്ഷെ ആരെങ്കിലും നമ്മുടെ കൈക്ക് തട്ടിക്കഴിഞ്ഞാൽ അത് പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് ചെളിവെള്ളമാണ് വീഴുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഓൾറെഡി ചെളിവെള്ളം അതിനകത്തുണ്ടെന്നാ. അല്ല, ഇടിച്ചപ്പം വെള്ളം കലങ്ങിയ ഉടനെ അത് ചെളിയാകത്തൊന്നുമില്ലല്ലോ. തെളിഞ്ഞ ശുദ്ധജലം ഒന്ന് കലങ്ങിയാൽ ഉടനെ അതിനകത്തൊന്ന് ചെളി പുറത്തു വരുമോ? ഇല്ല. അത് ശുദ്ധജലമാണെങ്കിൽ പുറത്തു വരത്തില്ല. പക്ഷേ ഒരാൾ ഇടിച്ചപ്പോൾ എൻ്റെ കയ്യെ കയറി തട്ടിയപ്പോൾ താഴെ വന്നപ്പോൾ ചെളിവെള്ളമാണെങ്കിൽ അതിന്റെ അർത്ഥം അത് ഓൾറെഡി അതിനകത്ത് ഉണ്ടായിരുന്നെന്ന. ഇതുപോലെ തന്നെ എന്നെ പിശാച് പ്രലോഭിപ്പിക്കുമ്പോൾ ഞാൻ പാപം ചെയ്യുന്നെങ്കിൽ അതിന്റെ അർത്ഥം അത് പുറത്തുനിന്ന് കൊണ്ട് അകത്തോട്ട് ഇടേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി എൻ്റെ ഉള്ളിൽ ഈ സാധനം കിടപ്പുണ്ടായിരുന്നു, ഇല്ലേ? എന്നാൽ അതേസമയം നമ്മൾ പൂക്കളിൽ നിന്ന് തേനെടുക്കുന്ന ഒരു ഹണികോമ്പ്, ഒരു തേനീച്ചരക്കൂട്, ഒരു ഹണികോമ്പ് നമ്മൾ എടുത്തു. ഹണികോമ്പ് നമ്മൾ പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊന്ന് മീൻവെള്ളം വരുമോ? ഇല്ല. ഹണികോമ്പിനകത്ത് മീൻവെള്ളമല്ല, അതിനകത്ത് തേനാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി പാപത്തിന്റെ വിത്ത് കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ ജഡമയൻ, എനിക്ക് ഇഷ്ടമുള്ള, അതായത് മനസ്സുകൊണ്ട് ഞാൻ പാപത്തിൽ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് പ്രവർത്തിക്കുന്നത്. കാര്യം ഈ തിന്മയുടെ വിത്ത് എൻ്റെ ഉള്ളിൽ കിടക്കുകയായിരുന്നു. എന്നാൽ യേശു നമ്മിൽ ഒരുവനെ പോലെ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ജഡത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ശരീരത്തിലാണ്. അവൻ ശരീരമുള്ളവനായിരുന്നു. അവൻ ശരീരത്തിൽ വന്നിരുന്നില്ലെങ്കിൽ, യേശു കർത്താവ് ശരീരത്തെ സ്വീകരിച്ചതിന്റെ ഒരു പ്രധാന കാരണം അവന് നമ്മളെ മനസ്സിലാക്കാനായിട്ടും നമുക്ക് അവനെ മനസ്സിലാക്കാനും കഴിയണമെങ്കിൽ അവൻ ശരീരത്തിൽ വന്നേ പറ്റുള്ളൂ. യേശു ദൈവത്തിന്റെ മുഴുവൻ ശക്തിയോടും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എനിക്ക് പറ്റത്തില്ല. കാര്യം എനിക്ക് അത്രയ്ക്കുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. പഴയ ഒരു ഉദാഹരണമുണ്ട്, പണ്ട് പ്രസംഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഉദാഹരണമാണ്. അത് യേശു ക്രിസ്തുവിന്റെ ശരീരധാരണത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഒരാൾ നിലമൊഴുതുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈ നിലമൊഴുതുകൊണ്ടിരിക്കുന്ന ഞാൻ നിലമൊഴുതുകൊണ്ടിരിക്കുന്നത്, ഇപ്പം വന്നോന്ന് ഈ ഉദാഹരണങ്ങളൊക്കെ, പഴയ ഉദാഹരണങ്ങളൊക്കെ പിള്ളേർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ നേരപ്പം മനസ്സിലാകത്തില്ല. നമ്മൾ കലപ്പ കൊണ്ട് നിലമൊഴുതുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കുന്നു, അപ്പുറത്തെ, അതായത് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് തിരിച്ചു വരുന്ന ചാലിൽ ഒരു ഉറുമ്പിൻ കൂടുണ്ടെന്ന് വെച്ചു. ആ ഉറുമ്പിൻ കൂട്ടിലുള്ള ഉറുമ്പുകളെ എനിക്ക് രക്ഷിക്കണമെന്നുണ്ട്. എന്നാൽ എനിക്കിവിടെ കലപ്പ ഇതിലെ ഓടിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയണം, ഉറുമ്പുകളെ നിങ്ങൾ മാറണം എന്ന് പറയണം. എനിക്ക് എങ്ങനെ മാറാനായിട്ടും എനിക്ക് എങ്ങനെ ഈ ഉറുമ്പുകളെ മാറ്റാൻ പറ്റും? ഞാൻ അവിടെ നിന്ന് വിളിച്ചോളൂ, ഉറുമ്പുകളെ എന്റെ ന്യായവിധിയുടെ കലപ്പ ഇതാ വരുന്നു, ഓടി മാറിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പുകൾക്ക് വല്ലതും മനസ്സിലാകുമോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിവെട്ടിന്നേ അവർക്ക് തോന്നത്തുള്ളൂ. അല്ലാതെ അവർക്ക് വേറെ ഒന്നും തോന്നാനുള്ള സാധ്യതയൊന്നും ഇല്ല. അവർക്കത് മനസ്സിലാകണമെങ്കിൽ ഞാൻ ഉറുമ്പുകളുടെ ഭാഷ സംസാരിച്ചേ പറ്റുള്ളൂ. അല്ലാതെ ഒച്ച എടുത്താൽ ഉറുമ്പുകൾക്ക് ഇടിവെട്ടിയെന്നേ തോന്നത്തുള്ളൂ. നമ്മൾ പുറപ്പാട് ദിവസം 20-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം 10 കൽപ്പനകൾ കൊടുക്കുന്ന ഭാഗത്ത് 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവരോട് സംസാരിച്ചപ്പോഴത്തേക്ക് ജനമൊക്കെയും ഇടിമുഴക്കവും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്ത് നിന്നു. 19-ാം വാക്യത്തിൽ അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. അതായത് ദൈവം അവരോട് സംസാരിക്കാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരാകെ കണ്ടത് എന്തൊക്കെയുള്ളൂ? ഇടിമുഴക്കവും കാഹളധ്വനിയും പർവ്വതം പൊയ്യുന്നതും കണ്ടു. ഇതൊക്കെ സാധാരണക്കാരൻ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. സാധാരണക്കാരൻ നല്ല ആർക്കാണെങ്കിലും നമുക്ക്. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായവിധിയുടെ ദൂതൊക്കെ നമ്മളോട് കർത്താവ് ആകാശത്തുനിന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉറുമ്പുകളെ രക്ഷിക്കണമെങ്കിൽ അതിനൊരു മാർഗമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ഞാനൊരു ഉറുമ്പായാലേ പറ്റൂ. അപ്പോ ഉറുമ്പിന്റെ രൂപമെടുത്ത് ഞാൻ എന്ത് ചെയ്യണം? ഈ ഉറുമ്പുകളുടെ അടുത്ത് ചെല്ലണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അങ്ങനെ ഉറുമ്പുകളുടെ രൂപമെടുത്ത് ഞാനിവിടെ ചെല്ലുമ്പോൾ ഉറുമ്പിന്റെ ബുദ്ധി ഉണ്ടാകരുത്. ഉറുമ്പിന്റെ ബുദ്ധിയുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വല്ലതും പറ്റുമോ? അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഈ കാര്യം അങ്ങ് മറന്നുപോകും. അപ്പൊ അതുകൊണ്ട് ഉറുമ്പിന്റെ രൂപവും വേണം, മനുഷ്യന്റെ ബുദ്ധിയും വേണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉറുമ്പുകളോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉറുമ്പിന്റെ ബുദ്ധിയെ തന്നെയല്ല, സ്വഭാവവും ഉറുമ്പിന്റെ സ്വഭാവത്തോട് ചേരുകയാണെങ്കിൽ അതുപോലുള്ള സ്വഭാവമായിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ, ഉറുമ്പിന്റെ ശരീരം ഉറുമ്പിന്റെ സ്വഭാവമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞാനും അതിന്റെ കൂട്ടത്തിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കും. ഇത് നടക്കത്തില്ല, ഈ കാര്യങ്ങൾ നടക്കത്തില്ല.
ഇല്ല, കലപ്പ വരുന്നതിന് മുമ്പ് മാറാനാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഉറുമ്പിന്റെ ബുദ്ധി ഉറുമ്പിന്റെ സ്വഭാവമായിട്ട് എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? ഇല്ല. ചെന്നിട്ട് കാര്യമുണ്ടോ? അതുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ പോള് അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ജഡാവതരണത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ജീസസ് വാസ് ഇൻ ദ ഫോം ഓഫ് എ മാൻ, വേഷത്തിൽ മനുഷ്യനായെന്നാണ്. എന്നാൽ അവൻ ആ സമയത്തും എന്തു തന്നെ ആയിരുന്നു? ദൈവമായിരുന്നു. ഉറുമ്പിന്റെ രൂപത്തിൽ ഉറുമ്പിന്റെ അടുത്ത് വന്നപ്പോഴും, ഉറുമ്പിന്റെ ശരീരവുമായി ഉറുമ്പിന്റെ അടുത്ത് വന്നപ്പോഴും വരുമ്പോഴും ഞാൻ മനുഷ്യനാണെങ്കിലേ എനിക്ക് പറയാനും പറ്റുള്ളൂ, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനേ പറ്റുള്ളൂ. ഇതുപോലെ യേശു കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടുവെങ്കിലും അവൻ ജഡമയനായിരുന്നില്ല. അങ്ങനെ ജഡമയനായിട്ട് വന്നിട്ട് കാര്യമില്ല. അവൻ മനുഷ്യന്റെ മനുഷ്യന്റെ വീഴ്ചയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ പിന്നെ എങ്ങനെ അവന് രക്ഷിക്കാൻ പറ്റുന്നത്? അവൻ രക്ഷിക്കാൻ കഴിയില്ല. അവന് രക്ഷിക്കാൻ കഴിയണമെങ്കിൽ അവന് വീഴ്ചയില്ലാത്ത, അതുകൊണ്ടാണ് അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി. പക്ഷേ അവൻ ഇറങ്ങി വരുമ്പോഴും അവൻ ആര് തന്നെ ആയിരുന്നു? ദൈവം തന്നെയായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ശക്തിയോ ദൈവത്തിന്റെ മഹത്വമോ ഒന്നും അവൻ എടുത്തില്ല. അവൻ എന്ത് ചെയ്തു? അതൊക്കെ അങ്ങ് ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ തന്നെത്താൻ ഒഴിച്ചു. അത് അവൻ ബോധപൂർവം ചെയ്ത ഒരു കാര്യം, അല്ലാതെ അവന്റെ ബലഹീനതയല്ല. എപ്പോ വേണമെങ്കിലും അവന് അവന്റെ രൂപത്തിലേക്കും അവന്റെ മഹത്വത്തിലേക്കും മടങ്ങിപ്പോകാം. പക്ഷേ മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളത്, യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ എപ്പോ വേണമെങ്കിലും 1 സെക്കൻഡ് കൊണ്ട് അവന് ദൈവമാകാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് മടങ്ങിപ്പോകാം. പക്ഷെ അവനത് ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? എന്നെ രക്ഷിക്കാനുള്ള അവന്റെ ആ ഡിസിഷൻ. അതുകൊണ്ടാണ് ക്രൂശിലെ മരണത്തോളം അവൻ എന്ത് ചെയ്തു? ദൈവത്തിന്റെ മഹത്വം അവൻ തിരിച്ചെടുത്തില്ല. ദൈവിക മഹത്വം എന്ന് ഉദ്ദേശിക്കുന്നത് ദ പവർ ആൻഡ് അതോറിറ്റി ഹി ഹാഡ് ഇൻ ഹിംസെൽഫ്. അവനിൽ അതുണ്ടായിരുന്നു. അവൻ വേഷത്തിൽ മനുഷ്യനായപ്പോഴും അവൻ വെറും മനുഷ്യനായിട്ട് ഉറുമ്പായതല്ല. അവൻ എപ്പോ വേണമെങ്കിലും ആ ദൈവത്തോടുള്ള സമത്വം അവന് തിരികെ പിടിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ തിരികെ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്നറിഞ്ഞതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം. അവനൊരിക്കൽ പോലും അവന് വേണ്ടി ഒരത്ഭുതം പോലും ചെയ്തില്ലല്ലോ. യേശു കർത്താവ് ഒരിക്കൽ പോലും ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവന് വേണ്ടി ഒരു അത്ഭുതം ചെയ്തില്ല. മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം അവൻ അത്ഭുതം ചെയ്തു, പക്ഷെ അവന് വേണ്ടി അത്ഭുതം ചെയ്തില്ല. എന്തുകൊണ്ടാണ്? അവൻ വന്ന ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്നെപ്പോലെ ഈ ഭൂമിയിൽ ജീവിച്ച് എനിക്കൊരു മാതൃക കാട്ടിത്തന്ന് എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിലെ മരണത്തോളം. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും അവൻ ആ അനുസരണത്തിൽ നിന്ന് മാറി. എന്താ അനുസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനുസരണക്കേട് കാണിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെടുത്തുന്നതല്ല. എന്താണ് അനുസരണം? ഇവിടെ ഭൂമിയിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന് മനുഷ്യനായി ജീവിച്ച് ക്രൂശിൽ മരിച്ച് മടങ്ങിപ്പോവുക എന്നുള്ളതായിരുന്നു യേശുവിനുണ്ടായിരുന്ന ദൗത്യം. ആ ദൗത്യ നിർവഹണത്തിന്റെ അന്ത്യഘട്ടം വരെയും അവൻ എന്ത് ചെയ്തില്ല? ദൈവത്തോടുള്ള സമത്വം അവൻ തിരികെ എടുത്തില്ല. അവൻ സമത്വമുണ്ട്, പക്ഷെ അവൻ തിരികെ എടുത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എറുമ്പിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഉറുമ്പിന്റെ കൂട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ഉറുമ്പിന്റെ ബുദ്ധിയിലേക്കോ സ്വഭാവത്തിലേക്കോ വരുന്നില്ല എന്നതുപോലെ യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ അവനൊരു പ്രീ ഫോളൻ സ്റ്റേജിലെ ആദാമിന്റെ ശരീരമാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ വീണുപോയ ആദാമിന്റെ ശരീരമായിരുന്നില്ല അവനെടുത്തത്. പ്രീ ഫോളൻ സ്റ്റേജിലെ ആദാം ജഡമയനായിരുന്നില്ല. പ്രീ ഫോളൻ സ്റ്റേജിലെ ആദാമിന് ജീവൻ നൽകിയത് ആരാണ്? ഇറ്റ് ഈസ് ഗാഡ്. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അവൻ ആത്മാവിൽ ജനിച്ചവനാണ്. ആദാം ആത്മാവിൽ ജനിച്ചവനാണ്, ആത്മാവിനാൽ ജീവിപ്പിക്കപ്പെട്ടവനാണ്. ഓക്കെ. യേശുവോ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ ദൂതൻ പറയാണ്, അവൻ ഉൽപാദിതനായത് പരിശുദ്ധാത്മാവിനാലാണ്, ജഡമയനായിട്ടല്ല. ആദാമിന്റെ അതേ സ്റ്റേജിലാണ്. ആ സ്റ്റേജിലാണ് അവൻ ന്യായപ്രമാണം മുഴുവൻ
അനുസരിക്കുന്നത്. അപ്പം നമുക്ക് ന്യായമായിട്ട് ഒരു സംശയം തോന്നാം, അതുകൊണ്ട് നമുക്ക് എന്നാ ഗുണം? അപ്പൊ അവൻ അങ്ങനെ ജീവിച്ചെന്ന് പറയുന്നത് വലിയ അത്ഭുതമൊന്നുമില്ലല്ലോ, എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. കാര്യം ഞാനോ ജഡമയൻ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോൾ അവിടെ പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ, അയ്യോ ഈ മരണത്തിനുള്ള ശരീരത്തിൽ നിന്ന് തന്നെ ആര് വിടുവിക്കും എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയല്ല. ആ അധ്യായം തീരുന്നത് വരെ കരയല്ല. എന്താ പറയുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ നമ്മുടെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരെന്നെ വിടുവിക്കുമെന്ന് ചോദിച്ചപ്പോൾ യേശു എന്നെ വിടുവിക്കും. അതായത് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പോൾ പറയുന്നത് ഒരു പാപത്തിന്റെ ജഡത്തിൽ ജഡമയനായ ഒരു മനുഷ്യന്റെ സ്ട്രഗിളാണ്. മനസ്സും ജഡവും തമ്മിലുള്ള സ്ട്രഗിളാണ് അവിടെ. അതായത് നന്മ ചെയ്ത് ജീവിക്കാനുള്ള ആഗ്രഹവും എന്നാൽ നന്മ ചെയ്യുവാൻ കഴിവില്ലാത്ത ഒരു ജഡവും, അത് തമ്മിലുള്ള ആ സ്ട്രഗിളാണ് അവിടെ നമ്മൾ കാണുന്നത്. എന്നാൽ റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് 1-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. നൽകുമെന്നല്ല, നൽകിയിരിക്കുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇത് എന്റെ ഇന്നത്തെ സ്റ്റേജ്, അയ്യോ ഞാൻ ജഡമയൻ, പാപത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കുമെന്ന് ചോദിക്കുന്നത് അല്ല എന്റെ ഇന്നത്തെ സ്റ്റേജ്. എന്റെ സ്ട്രഗിൾ എന്ന് പറയുന്നത് മനസ്സും ജഡവും തമ്മിലല്ല. മനസ്സും ജഡവും തമ്മിൽ, അതായത് എന്റെ ഇഷ്ടങ്ങളും ജഡവും തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ആരേ ജയിക്കത്തുള്ളൂ? ജഡമേ ജയിക്കത്തുള്ളൂ. കാര്യം ഞാൻ ജഡമയനാണ്. പക്ഷെ ഇപ്പോൾ ഫൈറ്റ് നടക്കുന്നത് ജഡവും ആത്മാവും തമ്മിലാണ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം എടുത്തിരിക്കുന്നു. ഇപ്പൊ എന്നിൽ വ്യാപരിക്കുന്നത് ജഡികതയല്ല, ഞാൻ ജഡമയനല്ല, ഞാൻ ആത്മമയനാണ്. എന്തുകൊണ്ട്? ബിക്കോസ് ഐ എം ബോൺ ഓഫ് ദ സ്പിരിറ്റ്. ഞാൻ ആത്മാവിനാൽ ജനിച്ചവനായതുകൊണ്ട്. വീണ്ടും ജനനത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിക്കോദിമോസിനോട് കർത്താവ് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ദൈവരാജ്യം കാണുവാൻ, ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. കാറ്റ് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു നിങ്ങൾ അറിയുന്നില്ല, എന്നാൽ നമ്മളതിന്റെ ശബ്ദം കേൾക്കുന്നു. ആത്മാവിനാൽ ജനിച്ചവനൊക്കെയും അങ്ങനെയാകുന്നു. അപ്പോൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജഡമയം എന്ന നമ്മുടെ പഴയ സ്റ്റേജ് ഉരിഞ്ഞു കളഞ്ഞിട്ട് നമ്മൾ എങ്ങനെയുള്ളവരായിത്തീരുകയാണ്? ആത്മാവിനാൽ ജനിച്ചവനായിത്തീരുകയാണ്. യേശുക്രിസ്തുവിന് എന്തുകൊണ്ട് എല്ലാ പാപ ജീവിതത്തോടും എതിർത്ത് നിൽക്കാനായിട്ട് കഴിഞ്ഞു? കാരണം അവൻ ആത്മാവിനാൽ ഉൽപ്പാദിതനായതുകൊണ്ട്. ജഡമയനായിരുന്നെങ്കിൽ യേശുവിനും പറ്റത്തില്ലായിരുന്നു. എനിക്കെന്തുകൊണ്ട് പാപത്തോട് എതിർത്ത് നിൽക്കാൻ കഴിയും? പഴയ ജീവിതത്തിലാണെങ്കിൽ പറ്റത്തില്ല. പക്ഷേ വീണ്ടും ജനിച്ചവനാണെങ്കിൽ, പുതു സൃഷ്ടിയായി തീർന്നുവെങ്കിൽ എനിക്ക് തീർച്ചയായും യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചതുപോലെ ഒരു ജീവിതം ജീവിക്കാൻ കഴിയും. കാരണം ഞാനിപ്പോൾ പഴയ പാപപ്രകൃതത്തിലല്ല കഴിയുന്നത്, പ്രത്യുത ആത്മപ്രകൃതത്തിലാണ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ക്രിസ്തുയേശുവിൽ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എന്തിൽ നിന്ന്? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്. കാരണം ഇപ്പോൾ എന്റെ ജഡത്തിൽ പാപം അധിനിവേശം നടത്തുന്നില്ല, കർത്തൃത്വം നടത്തുന്നില്ല. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണത്. പാപം എന്നിൽ ഇപ്പോൾ കർത്തൃത്വം നടത്തുന്നില്ല, അതിന് കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ എം ബോൺ അഗെയിൻ. ഞാൻ വീണ്ടും ജനിച്ചു. വീണ്ടും ജനിച്ചപ്പോൾ ഞാൻ എങ്ങനെ ജനിച്ചു? ആത്മാവിൽ ജനിച്ചു. യേശുക്രിസ്തുവും ഞാനും ഒന്നായി, അല്ലെങ്കിൽ ആ യൂണിറ്റി, അല്ലെങ്കിൽ ആ യൂണിയൻ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും നമ്മളൊരു പുതിയ സൃഷ്ടിയായാലേ പറ്റുള്ളൂ. ആത്മാവിനാൽ ജനിക്കുമ്പോൾ മാത്രമാണ് ആത്മാവായ ദൈവവുമായിട്ട് എനിക്ക് യൂണിയൻ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതായത് ആദാമ്യ പ്രകൃതത്തിൽ ജീവിക്കുന്ന ഒരുവന് യേശുവേ രക്ഷിക്കണേ എന്നൊക്കെ വിളിച്ചു പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ
യേശുവും ഞാനും ഒരു യൂണിറ്റ് ആകണമെങ്കിൽ, യേശുവും ഞാനും തമ്മിൽ സംസർഗം പറ്റണമെങ്കിൽ പാപപ്രകൃതത്തിൽ ജീവിച്ചാൽ എനിക്ക് കഴിയില്ല. പകരം എന്തു വേണം? ആത്മാവിൽ ജനിക്കണം. ആത്മാവിനാൽ ജനിക്കുമ്പോൾ നമുക്ക് ദൈവവുമായിട്ട് സംസർഗമുണ്ടാകും. യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് ഈസ് പോസിബിൾ ഓൺലി ഇൻ എ സ്പിരിറ്റ് realm. ഇതാണ് പൗലോസ് ഇവിടെ പറയുന്നതായ മർമ്മം എന്ന് പറയുന്നത്. ഇവിടുത്തെ മർമ്മം എന്ത്? നമുക്ക് ആത്മാവിൽ ജനിച്ചവർക്ക് ഇപ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ ഉള്ളിൽ കയറ്റിയിരുത്താൻ കഴിയും. പഴയ നിയമത്തിലുള്ളവർക്ക് അത് മനസ്സിലായില്ല. കാര്യം അവർക്ക് ആത്മാവിലുള്ള ജനനം എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്കറിയാം, ക്രൈസ്റ്റ് ക്യാൻ കം ഇൻസൈഡ് and he can live here. The hope of glory, Christ the hope of glory is in me. പോളിന്റെ ഏറ്റവും വലിയ ദൈവശാസ്ത്രം അതാണ്. എന്ത്? ക്രൈസ്റ്റ് ഇൻ യു ആൻഡ് യു ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തു നിങ്ങളിൽ, നിങ്ങൾ ക്രിസ്തുവിൽ. ഇതാണ് പൗലോസ് പറയുന്നതായ മർമ്മം. ും